ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഡീറ്റെയിൽഡ് സിലബസ് PSC ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പ്രിലിംസിൻ്റെയും അതേപോലെ തന്നെ മെയിൻസിൻ്റെയും സിലബസ്. മെയിൻസിൻ്റെ സിലബസ് തികച്ചും വ്യത്യസ്തമാണ്. ഇനി പ്രിലിംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ തന്നെയാണ്. കാരണം ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അപ്പോൾ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കിലാണ് നമ്മുടെ ഈ എക്സാം വരുന്നത്. ഇതിൻ്റെ അകത്ത് ഹിസ്റ്ററിക്ക് എത്ര മാർക്കാണെന്ന് ചോദിച്ചാൽ 7 മാർക്കാണ് ഹിസ്റ്ററിക്ക് വരുന്നത്. ജോഗ്രഫിക്ക് ആണെങ്കിൽ 7 മാർക്ക്, എക്കണോമിക്സിന് 7 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് അതിന് 7 മാർക്കാണ് വരുന്നത്. അതേപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രിക്കും 7 മാർക്കാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതായത് കോർ സബ്ജക്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഇംഗ്ലീഷ്, അതേപോലെ തന്നെ മലയാളം, അതേപോലെ തന്നെ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും മാർക്ക് നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് അതേപോലെ തന്നെ മലയാളത്തിന് 13 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് 15 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതിനുശേഷം നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, അതേപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രിക്ക് 7 മാർക്ക്. ഇനി ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ PSCക്ക് ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഷയമായിട്ട് മാറിയ സംഭവം തന്നെയാണ് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ കൾച്ചർ. 8 മാർക്കാണ് അതിന് വേണ്ടിയിട്ട് PSC. അതായത് ഈ പറയുന്ന നമ്മുടെ കോർ സബ്ജക്റ്റ് അല്ലാത്ത സബ്ജക്റ്റ് വരുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതിന് വരുന്നുണ്ട്, ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറിൽ വരികയാണ്. അതേപോലെ തന്നെ സ്പോർട്സ് 3, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ഈ പ്രാവശ്യം 6 മാർക്കാണ് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ എന്താണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ കൂടി കയറി വന്ന് ഇവിടെയൊക്കെ എന്ത് ചെയ്തേക്കാം, ചിലപ്പോൾ മാർക്ക് കുറച്ചുകൂടി കൂടി വന്നേക്കാം. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. അതായത് എല്ലാ പ്രാവശ്യവും കറണ്ട് അഫയേഴ്സിൽ ഒരു 10 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ഈ പ്രാവശ്യം അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റിൻ്റെയും നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഓരോന്നും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ളതാണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിലും അതേപോലെ ജോഗ്രഫി ഓരോന്നിൻ്റെയും എന്തൊക്കെയാണ് അവിടെ വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഹിസ്റ്ററിക്ക് 7 മാർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ 7 മാർക്കാണ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കേരള എന്ന് പറയുമ്പോൾ കേരളത്തിൽ നമ്മൾ ഇന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തുടങ്ങിയതാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്ര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്, നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, ലിറ്ററേച്ചർ സോഴ്സ് ഓഫ് ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഇത്രയാണ് നമുക്ക് കേരളം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ ഹിസ്റ്ററിയിൽ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഭൂരിഭാഗം കണ്ടന്റും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. അടുത്തത് ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നതാണ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെന്റ്, സോഷ്യൽ റിഫോം മൂവ്മെന്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്സ് ഡ്യൂറിങ് ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി, India's independent, post-independent period, state organization and development in science, education and technology, foreign policy. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ ഈ ഒരു സിലബസ് കാണുമ്പോൾ മനസ്സിലാവും കഴിഞ്ഞ നമുക്ക് എന്താണ് LDCക്കും നമ്മൾ ഇതൊക്കെ ഓൾറെഡി പഠിച്ചു പോയ സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് കുഴപ്പമില്ലാത്തൊരു ലെവലിൽ ഇതും നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ആവുന്നതാണ് അടുത്ത ദിവസങ്ങളിൽ. ഇന്നത്തെ നിങ്ങളെ ക്ലാസ് കണ്ടാൽ മനസ്സിലാവും INC ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്തേക്കണേ ക്ലാസ് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ വേൾഡിൽ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്രയാണ് വേൾഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു അതായത് നമുക്കറിയാം ഏകദേശം ഈ പറയുന്ന നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് വരുന്നത് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലായിട്ടായിരിക്കും അതിൻ്റെ പ്രിലിംസ് വരുന്നത്. മെയിൻസ് ആണെങ്കിൽ നമുക്ക് ഓഗസ്റ്റ്, അതേപോലെ തന്നെ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻസും നമുക്ക് പ്രതീക്ഷിക്കാം. അതിക്കുള്ളിൽ നമ്മൾ ഈ പറയുന്ന ടോപ്പിക്സ് എല്ലാം പക്ക ക്ലിയർ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ച്
സെറ്റ് ചെയ്ത് തന്നെ നമ്മൾ പോയിരിക്കും. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ വേണം. അത്ര മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 10 പൈസ മുടക്കണ്ട. കൂടെ കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ പ്രിലിംസ് നമുക്ക് ക്ലിയർ ചെയ്യാം. അതിനുശേഷം നമുക്ക് മെയിൻസിനുള്ളതും പഠിച്ച് സെറ്റാക്കാം. ഓക്കെ, ഇനി ജോഗ്രഫിയിലേക്ക് നോക്കുകയാണെങ്കിൽ 7 മാർക്കാണ് അവിടെ വരുന്നത്. ബേസിക് ഓഫ് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ്, temperature and seasons, global issues, global warming, various forms of pollution, maps, topographic maps and science, remote sensing, geographic information system, oceans and its various movement, continents, nations and their specific features. ഇത്രയാണ് ജോഗ്രഫിയിൽ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്നും നമ്മൾ സെറ്റ് ചെയ്ത് പഠിച്ചു പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും നമുക്ക് ഓരോ ഇപ്പോൾ എന്താ പറയുക, എർത്ത് ആണെങ്കിലും എർത്തിൻ്റെ സ്ട്രക്ചറൊക്കെ ആണെങ്കിലും അതിൻ്റെ പിക്ചർ കൂടി നമുക്ക് നോക്കി സെറ്റായി തന്നെ പഠിച്ചു പോകാം. അപ്പോൾ ഇവിടെ അതാണ് വരുന്നത് ജോഗ്രഫിയിൽ 7 മാർക്ക്. ഇനി ഇന്ത്യ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ജോഗ്രഫി, ഫിസിയോഗ്രഫി, സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, അതേപോലെ തന്നെ പെനിൻസുലാർ പ്ലേറ്റു, കോസ്റ്റൽ പ്ലെയിൻസ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേസ്, എയർ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. എക്കണോമിക്സിൽ അതേപോലെ തന്നെ 5 ഇയർ പ്ലാൻസ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹോട്ട് ടോപ്പിക്സ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് വരുന്ന 100 ടോപ്പിക്സ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 7 മാർക്കാണ്. ബേസിക് ഫാക്ട് ഓഫ് ഹ്യൂമൻ ബോഡി, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ദർ ഡെഫിഷ്യൻസി ഡിസീസസ്, അതൊക്കെ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, മാറ്റർ, യൂണിറ്റ് മെഷർമെൻറ്റ്സ് ആൻഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, മോഷൻ, ലൈറ്റ്, ലെൻസ്, അതേപോലെ തന്നെ സൗണ്ട്, ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ, ഹീറ്റ്, വർക്ക്, ഇത്രയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. കെമിസ്ട്രിക്ക് 7 മാർക്ക്. വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് അതിൻ്റെ അകത്ത് പക്ഷേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അത് നോക്കുക, ആറ്റം, എലമെൻറ്റ്സ്, മെറ്റൽസ്, നോൺ മെറ്റൽസ്. ഇനി ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആർട്സിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് വിഷ്വൽ ആർട്സ് ഫോംസ് ഓഫ് കേരള, ഫേമസ് പ്ലേസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, പേഴ്സണാലിറ്റീസ്, ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് റിലേറ്റഡ് ടു ഒറിജിൻ ഡെവലപ്മെൻറ്റ്, എക്സ്റ്റൻഷൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് ദീസ് ആർട്ട് ഫോംസ്. ലിറ്ററേച്ചറിൽ മലയാളം അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ മലയാളത്തിലും അത് കയറി വരും. അതുകൊണ്ട് അവിടെയും വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. കൾച്ചർ ആണെങ്കിൽ കേരള ഇമ്പോർട്ടൻറ്റ് സെലിബ്രേഷൻസ്, കേരള കൾച്ചർ സെൻറ്റേഴ്സ്, അതും ഓക്കെയാണ്. സ്പോർട്സിൽ ഫേമസ് സ്പോർട്സ് പേഴ്സണാലിറ്റീസ്, ഇമ്പോർട്ടൻറ്റ് അവാർഡ്സ്, ഫേമസ് ട്രോഫീസ്, നമ്പർ ഓഫ് പ്ലെയേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ടൈംസ് അസോസിയേറ്റഡ് വിത്ത് വേരിയസ് സ്പോർട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇനി ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഹാർഡ്വെയറിലാണെങ്കിൽ ഇൻപുട്ട്, ഔട്ട്പുട്ട്, മെമ്മറി ഡിവൈസ്. സോഫ്റ്റ്വെയറിലാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പോപ്പുലർ ആപ്ലിക്കേഷൻ, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ പാക്കേജസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇനി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനാണെങ്കിൽ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഡിവൈസ്, അങ്ങനെ സാധനങ്ങൾ. ഇനി ഇൻ്റർനെറ്റിലാണെങ്കിൽ WWW, സോഷ്യൽ മീഡിയ, വെബ് ഡിസൈനിങ്, ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റർനെറ്റിൽ വരുന്നത്. അത്യാവശ്യം കുറച്ച് വൈഡായിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഈ പറയുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നത്. അത്യാവശ്യം കുറച്ചധികം തന്നെ പഠിച്ചു പോകാനുണ്ട്. 6 മാർക്ക് അത് പഠിക്കണേക്കാൾ കുറച്ചുകൂടിയും കെമിസ്ട്രി ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആകെ 3 ടോപ്പിക്ക് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എവിടെയാണോ വരുന്നത് ആ ടോപ്പിക്സാണ് ആദ്യം കവർ ചെയ്ത് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന 7 മാർക്ക് വരുന്ന ടോപ്പിക്സ് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ബാക്കി 8 മാർക്ക്, ആദ്യം 8 മാർക്കാണ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അടുത്ത ദിവസം തന്നെ അതും സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം 7 മാർക്ക്, 6 മാർക്ക്, അതേപോലെ തന്നെ ബാക്കി കോർ സബ്ജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിലൊന്നും ആരും ഒന്നുകൊണ്ടും പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ കൂടെ നിന്ന് തന്നാൽ മാത്രം മതി, നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം. സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിന് 15 മാർക്കാണ്. അപ്പോൾ അതിപ്പോഴേ മുതൽ എന്ത് ചെയ്തോ, പഠിച്ചു ഓരോന്നും പൊക്കോ. നമ്മൾ ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്കും മാക്സിമം നിങ്ങളെ കൊണ്ട് ഓരോ ടോപ്പിക്സിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇനി മെന്റൽ എബിലിറ്റി അങ്ങനെ തന്നെ നോക്കുമോ. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ ആണ് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളത്. കാരണം 13 മാർക്കാണ് നമുക്ക് അവിടെ നേടാനുള്ളത്. അപ്പോൾ ഇത് കോർ സബ്ജക്റ്റ് നല്ല രീതിയിൽ തന്നെ പഠിച്ച് സെറ്റാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ പറയുന്ന നമുക്ക് 15 അതേപോലെ തന്നെ 15 മാർക്കാണ് നമുക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് വരുന്നത്. 15 മാർക്ക്, അത് നമുക്ക് ഏകദേശം ഒരു 12 മാർക്ക്, 10 മുകളിലേക്കുള്ളൊരു മാർക്ക് സ്കോർ ചെയ്യാം. ഇംഗ്ലീഷും അങ്ങനെ തന്നെ ഒരു 10 അല്ലെങ്കിൽ 10 മുകളിലേക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് മലയാളം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തും
കുറേ കാര്യങ്ങൾ നമുക്ക് എന്താണ് ഗ്രാമറും നോൺ ഗ്രാമറുമായിട്ട് പഠിച്ചു തീർക്കാണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതം, ശൈലി, പഴഞ്ചൊല്ല്, ഇതൊക്കെ അഞ്ചെണ്ണം അല്ലെങ്കിൽ ഒരു 10 വെച്ച് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് എന്ത് ചെയ്യുക, ഓരോ ദിവസവും പഠിച്ച് റിവിഷൻ ചെയ്യുക. വീക്കിലി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള റിവിഷൻസും സെറ്റ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് മൊത്തം PDF നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മലയാളത്തിൻ്റെയും അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഒക്കെ നോൺ ഗ്രാമർ സെക്ഷൻസ് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ അകത്ത് ഫയൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പക്കയായിട്ട് പഠിച്ച് സെറ്റ് ചെയ്ത് അങ്ങ് പോവാം. വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും ആ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ഒരു 10 വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഏതിൻ്റെ അകത്ത് വരുന്നത്, നിലവിൽ നമുക്ക് പ്രിലിംസ്, അതായത് പേപ്പർ ഫസ്റ്റിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിൻ്റെ എല്ലാ ദിവസവും ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതിൻ്റെ PDF നോട്ട് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് 2021 മുതൽ 24 വരെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻസിൻ്റെ സിലബസും ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പേപ്പർ 2ൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്, അതായത് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഫോർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻ എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ്. അതായത് മൊഡ്യൂൾ 1 പ്രിൻസിപ്പിൾ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്കാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അഡ്മിനിസ്ട്രേഷൻ, അതേപോലെ തന്നെ ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ്, ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് നോൺ പ്രോഫിറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, തിയറീസ്, അഡ്മിനിസ്ട്രേഷൻ, ക്ലാസിക്കൽ ബിഹേവിയർ ആൻഡ് കണ്ടിജൻസി തിയറീസ്, മോഡേൺ അപ്രോച്ചസ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. തികച്ചും എന്താണ് ഈ പറയുന്ന സിലബസ് എന്ന് പറയുന്നത് വളരെയധികം എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇതെല്ലാം വരുന്നത്. പക്ഷെ നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്ത് പഠിക്കുന്നു. ഫസ്റ്റ് നമ്മുടെ കടമ്പ എന്ന് പറയുന്നത് പ്രിലിംസ് ആണ്. അപ്പോൾ പ്രിലിംസ് ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നു, അതിനുശേഷം മെയിൻസിന് വേണ്ടി നോക്കുന്നു. ഓക്കെ, അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നന്നായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു മനസ്സും കഷ്ടപ്പെടാനുള്ള മനസ്സും ഇഷ്ടപ്പെട്ട് പഠിക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മളിത് സെറ്റ് ചെയ്ത് തന്നിരിക്കും. മൊഡ്യൂൾ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് 10 മാർക്സ് ആണ്. അതേപോലെ തന്നെ മൊഡ്യൂൾ 3 കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് ലക്ഷ്മികാന്തിൻ്റെ ബുക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ബുക്ക് ഗംഭീരമായിട്ട്, അതായത് സിവിൽ സർവീസ് എക്സാമിന് പോലും ഉദ്യോഗാർത്ഥികൾ യൂസ് ചെയ്യുന്ന ബുക്കാണത്. അപ്പോൾ അത് വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്കാണ്. അതിൻ്റെ അകത്തും നമുക്ക് പഠിക്കാനുള്ളത് റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, ലെജിസ്ലേറ്റീവ് റിലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്യുന്നു. അടുത്തത് കേരള മോഡൽ എക്കണോമി ഡെവലപ്മെന്റ് ആണ്. മൊഡ്യൂൾ 5 കേരള എക്കോണമി 15 മാർക്കാണ്. അപ്പോൾ കേരള എക്കോണമി സിൻസ് ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, എക്കണോമിക് ഗ്രോത്ത്, പെർ ക്യാപിറ്റ ഇൻകം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത് നമ്മൾ പഠിക്കും. കേരള മോഡൽ ഡെവലപ്മെന്റ് 15 മാർക്ക്. എൻവയോൺമെന്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, നമുക്കറിയാം ഈ പറയുന്ന എന്താണ് ഫോറസ്റ്റ്, അതേപോലെ തന്നെ എന്താണ് എക്കോസിസ്റ്റം, റിവേഴ്സ് ഓഫ് കേരള, അതേപോലെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ, വാട്ടർ, എയർ ആൻഡ് സോയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അത് നമ്മൾ പഠിക്കും. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നത്. മൊഡ്യൂൾ 9 ഇ ഗവേണൻസ് ആണ്. അതിൻ്റെ അകത്ത് ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ഇ ഗവേണൻസ്, ചലഞ്ചസ് ഓഫ് ഗവേണൻസ്, വേരിയസ് ഇ ഗവേണൻസ്, ഇനിഷ്യേറ്റീവ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. IT ആക്ട് 2000 വരെ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് 30 ദിവസത്തെ ക്ലാസ് ആണ്, 31 ദിവസത്തെ ക്ലാസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത്. എന്താണോ സിലബസിൽ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു സ്റ്റുഡൻറ്റിന് പ്രിലിംസ് പാസ്സാവാനായിട്ട് ഏതൊക്കെ മേഖലകളിലൂടെ ഇറങ്ങിപ്പോയെങ്കിലാണ് അവന് പ്രിലിംസ് പാസ്സാവാൻ പറ്റുന്നത്, ആ മേഖലകൾ മാത്രം എത്രയും ചുരുക്കം നിമിഷം കൊണ്ട് തന്നെ പഠിച്ച് അത് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് 100 ഹോട്ട് ടോപ്പിക്സ് സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന് വേണ്ടി തന്നത്. അപ്പോൾ ആ ടോപ്പിക്സ് നമ്മൾ പക്ക ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്ത് പഠിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, റിവിഷൻസും സ്റ്റാർട്ട് ചെയ്യും. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം ഈ പറയുന്ന മെയ്, ജൂൺ, ജൂലൈ ആ ഒരു ഭാഗം കൊണ്ട് നമുക്ക് പ്രിലിംസ് പാസ്സായി കഴിയും. അതിനുശേഷം നമ്മൾ ഓഗസ്റ്റിൽ ഇതിൻ്റെ അടുത്ത മെയിൻസിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മെയിൻസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, അപ്പോൾ ആ ഒരു മാസങ്ങളിലായിട്ട് നമുക്ക് മെയിൻസും നമ്മൾ എന്ത് ചെയ്യും,
ക്ലിയർ ചെയ്യാനുള്ള ബാക്കിയുള്ള ഒരു സ്റ്റഡി പ്ലാനും സെറ്റ് ചെയ്ത് അത് നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു മനസ്സും കഷ്ടപ്പെടാനായിട്ടും തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് ആ ഒരു ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആകെ എനിക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ് നമുക്ക് ഏതിൻ്റെ അകത്ത് മാറ്റമുള്ളൂ, ഈ പറയുന്ന പ്രിലിംസിൻ്റെ അകത്ത് മാറ്റമുള്ളൂ. മെയിൻസ് മാത്രമാണ് തികച്ചും വ്യത്യസ്തമായിട്ട് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, സെറ്റായിട്ട് തന്നെ പഠിച്ചു പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ കൂടെ കൂടാനായിട്ട് തയ്യാറുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ 10 പൈസ മുടക്കില്ല, നിങ്ങൾക്ക് കൂടെ കൂടാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. നമ്മൾ ഈ കഴിഞ്ഞ LDC ആണെങ്കിലും LGS ആണെങ്കിലും പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് പഠിച്ചു പോയ ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് ബിഗിനേഴ്സ് ആയിട്ടൊരു ഉദ്യോഗാർത്ഥിക്ക് പോലും എത്രയാണ് ഈ പറയുന്ന 65-70 മാർക്കിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്കും ആകാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, എല്ലാവരും കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്ന് പിൻ ചെയ്തേക്കാം. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഇതിൻ്റെ അകത്ത് പിൻ ചെയ്തേക്കാം. ഒന്ന് പോയി ജോയിൻ ചെയ്യുക. അതിൻ്റെ നോട്ട്സ് PDF ഫയൽസ് അവൈലബിൾ ആണ്. ഒന്ന് കണ്ടു നോക്കുക. അതേപോലെ ക്ലാസ്സുകൾ ഒന്ന് കേട്ട് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. ഇതുവരെയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന അത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉദ്യോഗാർത്ഥിയാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. ബാക്കിയുള്ള അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.